(9218) വരുന്നുണ്ട്. അന്നൽ ഫായില പ്രവർത്തിക്കുന്നവൻ തഹരീമ ആ ചെയ്യുന്ന കാര്യം ഹറാമാണെന്ന് കരുതി ഉറപ്പിച്ചാൽ വജബല്ലിങ്കാറു അലൈഹി അവന്റെ മേലെ എതിർക്കൽ നിർബന്ധമാണ്. അറിയുന്നവന് വിശ്വാസമില്ലെങ്കിൽ ശരി. അലൈഹി എന്ന് പറഞ്ഞത് ഖാദീന്റെ മേലെ അല്ലാത്തവരുടെ മേലെയും നിർബന്ധമാണ്. ചെയ്യുന്നവന്റെ അഖീദ അനുസരിച്ച് ഹറാമ് വരുന്നുണ്ട്, തടയുന്നവന്റെ കണക്കിന് ഹറാമ് വരുന്നില്ല. എന്നാലും ശരി. അന്നൽ ഫായില 9218 അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറിന്റെ ഭാഗം. പക്ഷെ ഏതെങ്കിലും ഹാക്കിമ് സ്വഹീഹാണെന്ന് പറഞ്ഞാലൊഴികെയെന്നു അന്നേരം തടയണ്ട, അത് വേണ്ട. ഒരു പ്രവൃത്തി ചെയ്യുന്നയാള് ആ ചെയ്യുന്ന ആളുടെ വിശ്വാസത്തിൽ ഹറാമാണെങ്കിൽ നമ്മൾ തടഞ്ഞോടണം. തെയ്യും കാലെല്ലാം പിടിച്ചു വെക്കണം, കയറെടുത്ത് കെട്ടാം. തടയുന്നവന്റെ കണക്കിന് ജവാസാണെങ്കിൽ, ചെയ്യുന്നവന്റെ ആദർശ നോക്കൽ വജബല്ലിങ്കാറു അലൈഹി. അത് ഖാദി ആയാലും മറ്റൊരുത്തനായാലും ഇല്ല തടയുന്നതാ. ഓൻ ഹലാലായ മാർഗത്തിൽ കൂടി ഹലാലാണെന്നൊരു മദ്ഹബ് ഒരുത്തൻ പിടിച്ച് അമൽ ചെയ്യുമ്പോ ഓന്റെ മേത്ത് കയറില്ല. പിന്നെ ഓന്റെ സ്വാതന്ത്ര്യമല്ലേ. ഇല്ല ഖാദിയ ഈ റുഫിയയില് ലഹു ഖാദിയോട് ചോദ്യം ചോദിക്കപ്പെട്ടാൽ ഖാദി തടയണം, ചെയ്യണം. ഖാദിയുടെ ആദർശത്തിനൊത്തിട്ട് ബാക്കിയുള്ള ആളെ ഊമകളാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരുത്തൻ ഹലാലാണെന്ന് തഖ്ലീദും സ്വഹീഹും കൊണ്ട് വിശ്വസിച്ച് നീങ്ങുന്നുണ്ടെങ്കിൽ അവനോട് കയർക്കാൻ ആർക്ക് അധികാരം? പക്ഷെ ഖാദിയായാലൊഴികെ ഖാദിയുടെ നിയമത്തിനൊക്കുന്നില്ല. എന്നാ ഖാദിക്കനുസരിച്ച് ഓന്റെ ശിങ്കടി കൊത്തിട്ട് ഇവനെന്താക്കാം? തടയാം. ഖാദിക്ക് അടവിന് ഖാസിം വായിക്ക് ഇത് ലൗ റുഫിയ ഇലൈഹി മാലിക്കിയ്യൻ തവല്ലഅ നാമമാണ്. മസലക്കേത്തും നോക്ക്. മുസ്തഅമൽ കൊണ്ട് ഉൾപ്പെടുത്ത്. മാലിക്കി മദ്ഹബിൽ പറയുന്ന മുസ്തഅമൽ വെള്ളം ഇനിയും തഹാറത്തിന് പറ്റുന്ന, അല്ലെങ്കിൽ മണ്ണിട്ട് കഴുകാണ്ട് നായി തൊട്ടതിനെ തൊട്ട് മണ്ണിട്ട് കഴുകിയിട്ടില്ല എന്നാ അവനോട് എത്തിക്കയറാന്നല്ലേ ഖാദി. അങ്ങനെയെന്നത് ഖാദിക്ക് ഇങ്ങനെ അനുവാദം. ഖാദിക്ക് ജവാസുണ്ട് പോലും ഈ ചെയ്യുന്നവരെ. അത് പറ്റോ? അത് യുംകിന ഹംലു കലാമി അഖ്ദമു മാ ദക്കറഹു ഫീ ശറഹി വ ഇത്തിഫാഖി സൗജ് അലാ മാ ഇദാ തഅല്ലഖ ബിഹി ഹഖുൽ ഗൈറ മാത്രം. അതാള് ജീവിക്കുന്നതിനെ തടയലല്ല. അങ്ങനെയാകുമ്പോൾ തടയലേ സമയം ഉണ്ടാവുള്ളൂ. ഖാദിന്റെ ആദർശത്തിലൊക്കുന്നില്ല. ഖാദിന്റെ ആദർശത്തിലൊക്കുന്നില്ലെങ്കിൽ തടയല. ഖാദിന്റെ തീരുമാനത്തിൽ കുനൂത്തില്ല, ജനങ്ങൾക്ക് കുനൂത്തുണ്ടെങ്കിൽ തടയലെങ്ങനെ? എല്ലാ വിഷയത്തിലും എല്ലാം അലാമായി അല്ലെങ്കിൽ തടഞ്ഞിട്ട് കിടന്ന അവസാനിക്കോ? വല്ലതീയത്തജിഹു അന്ന വായനാലിക്ക ആമീജിന്റെ മതമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 10:110 പറഞ്ഞില്ലേ? ഇറവി പറഞ്ഞത് ഇറവി നിയമം കൊണ്ടുവന്നിട്ടില്ലേ? ഈ വാവൽ കഥായി മനസ്സുഹു ഇറവി പറഞ്ഞു
അന്നല്ലാമത് എന്താ അർത്ഥം? അന്നൽ മുറാദ ബി ലാ മദ്ഹബ ലഹു, ഒരു മദ്ഹബും എനിക്ക് വേണ്ടാന്നല്ല. അന്നഹു ലാ യൽസമുഹു ഇൽതിസാം മദ്ഹബിൻ മുഅയ്യനിൻ എന്ന അർത്ഥം. ഓനിക്ക് ഏത് മദ്ഹബും കണക്കന്നെയാണ്. ഹനഫി ഷാഫി എല്ലാം എല്ലാവരും പണ്ഡിതന്മാരെന്നെ അവൻ്റെ മുമ്പിൽ. എന്നാൽ ഓൻ ഇന്ന മദ്ഹബ് തന്നെ തൂങ്ങണമെന്നൊന്നുമില്ല. ഓൻ്റെ മുമ്പിൽ എല്ലാവരും സമാണ്. നേരെ മറിച്ച് ഹക്ക് തിരിഞ്ഞ ഒരാളാണ്. ഷാഫി മദ്ഹബ് മാത്രം ശരിക്കും, മറ്റേത് തെറ്റുമാണ് എന്ന് അറിഞ്ഞാളാണെങ്കിലോ അല്ലേ? വിശ്വാസമില്ലാതെ മദ്ഹബ് എങ്ങനെ എടുക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. മദ്ഹബ് വേണ്ടേ വേണ്ടെന്നല്ല. ബബി ലഹു മദ്ഹബ്, ലഹു മദ്ഹബ് എന്ന് പറഞ്ഞാലോ ഏതെങ്കിലും ഒരു മദ്ഹബിനോട് ഒപ്പിച്ചിട്ട് തന്നെ ജീവിക്കണം, അത് വേണമല്ലോ. അതില്ലാണ്ട് എങ്ങനെ? കടലോ കണ്ടതല്ല എടുത്ത് പ്രവർത്തിക്കല. ഇന്ന മദ്ഹബിലെ നീങ്ങാവുന്നു ഓനോട് നിയമം പറയട്ടെ, അവനിക്ക് ഇഷ്ടമുള്ള അംഗീകൃത മദ്ഹബിൽ ചേർന്നോട്ടെ. അവരുടെ മുമ്പിൽ എല്ലാ മദ്ഹബും സമം തന്നെയാണ്. ഒന്നൊന്നിനേക്കാണ് ദുഃഖം അവർക്ക് പരിശോധിക്കാൻ കഴിയോ? മദ്ഹബ് മയ്യനായ മദ്ഹബ് തന്നെ എനിക്ക് തൂങ്ങി പിടിച്ച് നിൽക്കണ്ടേ കിട്ടോ? വഖദിത്തഫഖു, പണ്ഡിതന്മാർ ഒറ്റക്കെട്ടാവുന്നു. അലാ അന്നഹു ലാ യജൂസു ലിഅമ്മിയിൻ, ഒരു സാധാരണക്കാരന് ജായിസല്ല തആതി ഫീലിൻ, ഒരു പ്രവൃത്തി ചെയ്യൽ ഇല്ലാ ഇൻ ഖല്ലദൽ ഖായില ബിഹില്ലി. എന്താ ഹലാലാണെന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഗുരുവിനെ പിൻപറ്റണം. അല്ലാഹു തആലയോ റസൂലോ നേരത്തെ എനിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവോ? അപ്പൊ ഇത് എവിടെന്നാണ് എനിക്ക് ഡയറക്ഷൻ കിട്ടിയത്? ഒരു ഹുജ്ജത്ത് വേണം. എന്താക്കി? അഭിപ്രായ വ്യത്യാസമുള്ള ഒരു നിക്കാഹ് നടത്തി. കുറെ ആള് പറയുന്നത് ബാത്തിലാണ്, കുറെ ആള് പറയുന്നത് ശരിയാണ്. നടത്തി. എന്നിട്ട് ഫൈൻ ഖല്ലദ, നിക്കാഹ് വലിയില്ലാണ്ട് നടത്തി. ഫൈൻ ഖല്ലദൽ ഖായില ബിസിഹത്തി, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാലൊന്ന് മതി. ഒന്നിക്കൽ സഹീഹാണ് എന്ന് പറയുന്ന ഒരാളെ മാതൃകയാക്കാം. വലിയൊന്നും ആവശ്യമില്ല, പെണ്ണെന്നെ അവളുടെ ശരീരം കെട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ ശേഷം ഹനഫിക്കാരോട് പോയിട്ട് ചോദിക്കാം, ഞാൻ ഇങ്ങനെ ഒരു നിക്കാഹ് നടത്തിയിട്ടുണ്ട്, എന്താ അഭിപ്രായം? ഉപ്പളയിൽ പോയിട്ട് ചോദിക്കാം. ഉപ്പളയിൽ വെറും ഹനഫിക്കാറുള്ള. അപ്പൊ നിക്കാഹ് ശരിയാണ് എന്ന് അവർ പറഞ്ഞാൽ തീർന്നില്ലേ? എന്നിട്ട് സുമ്മത്തല്ലക്ക സലാസൻ തഹ്ലീലു. സുബ്ഹാനല്ലാഹ്, ഇനി വേറൊരു ഭർത്താവ് കെട്ടിവിടണ്ടേ? ഫൈൻ തല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദ് ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. അത്ലാഖ് മറത്താൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ എന്ന് അൽ-ബഖറ പറഞ്ഞു 229. അതിന്റെ അവസാനം പറഞ്ഞു ഫൈൻ തല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദ് ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. ഇവന്റെ ആദർശം അനുസരിച്ച് ഇത് നിക്കാഹിനല്ലേ എന്ത് വേണം? അല്ലാണ്ട് അന്നേരം നിക്കാഹ് ബാത്തിലാണ് എന്ന് ഏതോ തങ്ങം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങേക്ക് പോയിട്ട് ഈ ചെയ്ത നിക്കാഹ് ബാത്തിലാണെന്ന് സമർത്ഥിച്ച് കൊണ്ടുവന്നിട്ട് ഈ 3 തലാഖ് തലാഖല്ല, അതുകൊണ്ട് ഞാൻ നേരിട്ട് കെട്ടുന്നു പറ്റോ? വലൈസ ലഹു തഖ്ലീദ് മൻ യറാ നിക്കാഹു ലിഅന്നഹു തൽഫീഖുന്നത് കൂട്ടിക്കൊടുക്കലല്ലേ തഖ്ലീദിനെ. ഒരു മസലയിൽ തന്നെ നേരത്തെ പറഞ്ഞ നിക്കാഹ് ശരിയാന്ന്, ഇങ്ങനെ ശരിയാന്ന് പറഞ്ഞിട്ടല്ലേ വിരുന്നിന് പിന്നെ ഇപ്പൊ നിക്കാഹ് ശരിയല്ലാണ്ടായിപ്പോ ബഹുവ മുത്തലിയും കത്ത് കുട്ടിക്ക് കേൾക്കാൻ പറ്റോ?
അതേ സമയത്ത് സ്വയം തഖ്ലീദ് ചെയ്തതും ഇല്ല, ഒരാളോട് ചോദിച്ചതും ഇല്ല, ഇവനിക്ക് എന്നെ തോന്നുന്നത് നിക്കാഹ് തമാശയാണ്, ബാത്തിലാണ്, തലാഖും ചൊല്ലി. എനിക്കറിയാലോ തലാഖും ബാത്തിലല്ലേ, വലിയ വേണം. يتعين أنه لو ادعى بعد الثلاث عدم التقليد لم يقبل منه. يتعين أنه لو ادعى മൂന്ന് തലാഖ് ചൊല്ലിയ ശേഷം അവൻ വാദിക്കുന്നു ഞാൻ അങ്ങനെ തഖ്ലീദൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് നേരെ കെട്ടാനുള്ള ഒരു വഴി ഉണ്ടാക്കുന്നത്. നിക്കാഹിന് ആളെല്ലാം വിളിച്ചിട്ട് എല്ലാം കൊടുത്ത് അവൻ്റെ കളി കാണുമ്പോൾ നിക്കാഹ് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അവനൊരു തഖ്ലീദ് ആക്കിയിട്ടില്ല പോലും. എന്നിട്ട് പയ്യെ പറയുന്നു മൂന്ന് തലാഖും ചൊല്ലിക്കഴിഞ്ഞാലും പറയുന്നു ഞാൻ തഖ്ലീദ് ആക്കാതെ കഴിച്ച ആളാണ്, അതുകൊണ്ട് എൻ്റെ നിക്കാഹ് എന്തല്ല ശരിയല്ല, അതുകൊണ്ട് എൻ്റെ തലാഖ് എന്തല്ല ഒറ്റപ്പാടാക്കിയാൽ ആരോടോ ചോദിച്ചത് പോലും, ആരോട് സൂത്ര ആരോ പറഞ്ഞു കൊടുത്തത് പോലും നിങ്ങൾ അന്ന് നിക്കാഹ് ശരിയാണെന്ന് തഖ്ലീദ് ചെയ്തിരുന്നോ എന്ന്. അപ്പൊ എന്തിനാ ചോദിക്കുന്നത് നാം മനസ്സിലാക്കിയെടുത്ത്. അന്ന് തഖ്ലീദ് ചെയ്തുകൊണ്ട് കെട്ടിയതാണെങ്കിൽ നിക്കാഹ് ശരി തന്നെ, ഇപ്പൊ തഹ്ലീൽ വേണോ? അന്ന് ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെ തഖ്ലീദ് ഒന്നും ആക്കിയിട്ടില്ല. തഖ്ലീദ് ആക്കാണ്ട് ഒരാൾ നിക്കാഹ് കഴിക്കോ? എന്നാ വിടോ? 232 കഴിഞ്ഞില്ലേ, പതുക്കലായി പോയി, രക്ഷപ്പെടാനുള്ള വഴിയായി പോവില്ല. പിന്നെ അത് ഇനി ഇവന് എന്താ നിക്കാഹ് കഴിച്ചു? എന്നഹു യുരീദു ബിദാലിക, ഈ വാക്ക് കൊണ്ട് അവൻ മുറാദാക്കിയത് റഫഅ തഹ്ലീൽ അല്ലദീന സിമഹു. അവന്റെ ഫീല് കാണുമ്പോൾ നിക്കാഹ് നേർക്കന്നെ കഴിച്ചതല്ല, അപ്പൊ തഹ്ലീൽ വേണമെന്നല്ലേ കത്ത്. അപ്പൊ ജനങ്ങളെ പൊടിയിട്ടിട്ട് തഹ്ലീലിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണിത്. ഞാൻ നിക്കാഹ് ചെയ്തേരുന്ന നേർക്കായിട്ടില്ല, അങ്ങനെ ഒരു വിവാഹത്തെടുത്ത് നേർക്കാ കാട്ടല്ല പറയുന്നത്. ഇതിനെല്ലാം പുറമെ ഏത് മുക്കല്ലഫിന്റെ ഫീലും അത് ലഘുവാക്കി കളയുകയല്ല വേണ്ടത്. ഏത് മുക്കല്ലഫിന്റെ ഫീലും കളയാ വേണ്ടത്, വെറുതെ കളയല. ഇങ്ങനെയാന്ന് ശരിയായിട്ടുണ്ടാവില്ല, തെറ്റിയിട്ടുണ്ടാവും. എടുത്തു തെറ്റിയിട്ടില്ല എന്നല്ലേ വെക്കണ്ടി. കത്തത്തിലേക്ക് തലാഖ് ചെല്ലുന്ന ഒച്ച കേട്ടാൽ തന്നെ തിരിഞ്ഞില്ലേ, നിക്കാഹ് കഴിച്ചോണ്ടല്ലോ ഇപ്പൊ തലാഖ്. അല്ലെങ്കിൽ എന്താ ഈ ഒച്ച ഇടണ്ടാവിച്ചോ? നേർക്ക് ഡയറക്ഷൻ കിട്ടിയില്ലേ? അവനെ ആക്കിക്കുക നിക്കാഹ് നടത്തിയത് വർഗം തന്നെ. ഹനഫി മദ്ഹബുകാരൻ സഹിയാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അവന്റെ വിധി അവസാനിച്ചില്ലേ? പിന്നെ വലിയാണ് നിക്കാഹ് കഴിച്ച് ഹനഫിക്കാരോട് ചോദിച്ചാൽ പറഞ്ഞ് ശരിയെന്നൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഓനാ കട്ടിക്കാൻ വന്നു പോലും എനിക്ക് വലിയൊന്നും വേണ്ടാന്ന്, നീ എടുക്കുന്നോ നിക്കാഹ് നോമ്പൊക്കെ എടുത്തു പോലും എന്നാൽ തന്നെ മതി, വിധി കിട്ടണമെന്നില്ല. ഒരുത്തനെ വിളിച്ചെന്ന് കൈ കൊടുക്കാൻ ആളൊന്നുമില്ല, പെണ്ണെന്നെ എന്നെ കെട്ടിക്കുന്നതാന്ന്, എനിക്ക് ഓളെ ദേഹം കെട്ടിച്ചേരുന്നെല്ലാം പറഞ്ഞു. അന്നേരം ഒരാൾ വന്നിരുന്നത് പോലും ഹനഫിക്കാരൻ. എന്നാ ഹുക്കുമിന്റെ ആവശ്യമില്ല, കൊള്ളുന്ന നിക്കാണ്ടല്ലേ ഓൻ വന്ന്, അല്ലെങ്കിൽ ഓൻ ഒച്ചയിടൂലേ? ഓൻ സദസ്സിലുണ്ടായാ മതി. ഹുക്കുമിൽ ഹനഫിയ്യി ഖബർ മുഖദ്ദം മുബാശറതു ലിതസ്ബീജി. ഇൻകാന മദ്ഹബു ഹാക്കിമിന്റെ നീക്കവും അനക്കവും വിധിയുടെ സ്ഥാനത്താണ്. ഹാക്കിമ് നീങ്ങുകയോ അനങ്ങുകയോ ചെയ്താൽ അത് ഇത് ജായിസാണ് എന്ന് പഠിപ്പിച്ച ആളാവും.
ഓനിടെ പെട്ടുപോയി എന്നല്ല അർത്ഥം വെക്കല്. ആ കാവി ഒരു സംഭവത്തിന് വന്ന് എന്നാല് അത് ഉജ്ജത്തായി പോലും. ആ ഇന്ന ഉസ്താദ് വന്നില്ലേ, ഒരു ഫിഖ് വായിക്കുന്ന ആളല്ലേ, അപ്പൊ ഒരു ഫത്വ തന്നെന്ന് അതിന്റെ അർത്ഥം. തമാശയാ പറ്റോ? പണ്ട് മാട്ടൂർ ഭാഗത്തല്ല 27-ാം രാവ് 50 വാങ്കെല്ലാം കൊടുക്കരുത് വരും ഇച്ച കഴിഞ്ഞാൽ കാക്കാ മണിക്കൂർ കൂടുമ്പോ വന്നു മാട്ടൂരി നോമ്പ് 27 മിനിറ്റ് കാമാ മണിക്കൂർ കൂടുമ്പോ കൊടുത്തോ കൊടുക്കൽ. അവിടെ നോമ്പ് നിൽക്കാനേ കീഴണ ഉസ്താദ് വന്നു. അങ്ങനെ തിരിച്ചു പോലും ഈ ആവർത്തിച്ച വാങ്ങ് കേട്ടിട്ട് അത് നാടാകുന്ന നാട് മുഴുവൻ ഉജ്ജത്താക്കിയില്ലേ. 27-ാം രാവ് 50 വാക്ക് സുന്നത്താണ്. കീഴണ ഉസ്താദ് ചിരിച്ചില്ലേ? അതവർക്ക് ഉസ്താദ് അതായി പറഞ്ഞത്. പരിപാടിക്ക് ഒരാൾ പെട്ടുപോയാൽ തന്നെ അയാൾ ഫത്വ തന്നതായിട്ട് കണക്കൂട്ടു. വലി ഷാഫിയ്യൻ ഈ അക്കതിന് പങ്കെടുത്ത ഷാഫിക്കാരൻ എന്താ വേണ്ടി ഇങ്ങനെ നടന്നിട്ടുണ്ട്? അത് ഏത് മതമാണെന്ന് അറിയില്ല, നമ്മളെ മതവിനെ ഒത്ത് കാണുന്നില്ല. അങ്ങനെ പറഞ്ഞ സാക്ഷിയൊന്നൂടെ തെറ്റാൻ തന്നെ പറഞ്ഞോളന്നില്ല. തെറ്റാന്നെന്താ അങ്ങനെ ഭാര്യയാണ് ഭർത്താവാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം നമ്മളെ അക്കീതയിൽ അത് ആകുന്നില്ലല്ലോ. ഇങ്ങനെ നിക്കാഹ് നടന്നിട്ടുണ്ട്, സാക്ഷി അല്ല വലിയില്ല. അത് നമ്മളെ മതവിനോടല്ലെങ്കിൽ വേറെ മതവിനോടൊത്തിട്ടുണ്ടാവും. എന്തെങ്കിലും മതവിന്റെ അടിസ്ഥാനത്തിൽ നടന്നതാ ഓനിക്ക് സാക്ഷിക്കുന്നതിന് ഇപ്പൊ മുടക്കും. വലി ഷാഫിയ്യൻ ഇതെന്തോ അർക്കത്ത് 8:30 ഉറങ്ങേണ്ട ആവശ്യമില്ല. എങ്ങനെ പറയല് പറയുന്ന കടനാവൂലേ? സൗജത്താണ് എന്ന് പറയണ്ടിക്കലോ. ആ തഖ്ലീദാക്കിയിട്ട് പറ, പടച്ചവനെ ഇന്നിവിടെ നടന്ന നിക്കാഹ് അങ്ങനെ തഖ്ലീദാക്ക്. അന്നേരം അത് ഈ സൗജത്ത് വകദാലിക ഓൻ പോവാൻ തന്നെ പാടുണ്ട. ഓൻ പോയാൽ ഇതല്ലേ കാണിച്ചത്. ആദ്യം തഖ്ലീദ് അങ്ങ് കഴിക്കണം, എന്നാലേ അങ്ങോട്ട് കയറാൻ തന്നെ പറ്റുമ്പോൾ. അങ്ങോട്ട് അടുക്കേ വേണ്ട പോലും. ഞാൻ രണ്ടിക്കൽ കുറച്ച് നിയമമുണ്ട് എന്ന് പറഞ്ഞേക്കെ അവിടെ നിന്ന് കേൾക്കുന്നു. അങ്ങനെ പുറത്ത് നിന്ന് തഖ്ലീദല്ലാക്കിയിട്ട് കേൾക്കും. പറയും ഭാര്യക്കും ഭർത്താവിനും ജായിസല്ല സ്വന്തം കളി കളിക്കല്. മുഖ്തലഫും കൊണ്ട് ഭാര്യ പറഞ്ഞ പോലും അതെല്ലാം അങ്ങനെയല്ല ഉണ്ടാവും, നിങ്ങൾ അങ്ങനെ ചെയ്തോന്നു. ഏതെങ്കിലും മതവിനോട് ഒത്തോളൂന്ന് ഭാര്യ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു. പറ്റോ? അല്ല ഇസ്തിബദാദും തോന്നിയാസം ചെയ്യലേ ഈ ജിത്തിഹാദിന്റെ അങ്ങേറ്റത്തെത്തിയവരായാലൊഴികെ ആണോ പെണ്ണോ? അന്നേരം പെണ്ണെന്നെ നേരെ പറയും, കെട്ടിക്കോ, നിങ്ങൾ എന്നെ കെട്ടിക്കോ, ഞാൻ കെട്ടിക്കോ. മതിവടാജ്ഞാനം പലേതു ന്യായമാൽ പാടിത്തേ മാനിയായ ബാക്കിയോനിൽ പ്രിയമാൽ ആടുത്തേ ഫഹ്മ് ഹൗസിൻ കുതുബുടെയും സ്ഥാനമേലെ വിത്തേ. സ്വന്തം തന്നെ അറിയാതെ ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ? ഏത് കാലി പറഞ്ഞെന്നൊന്നും പറയാണ്ട് ഇജ്തിഹാദിന്റെ കഴിവുണ്ടെങ്കിൽ കളിച്ചോ. വാഗ്ദാഹമായില്ലാതാലിക്കാം. അവരുടെ ചിന്താഗതിയിൽ ഇത് ജായിസാണ് എന്ന് വന്നെങ്കിൽ പിന്നെ ഏതൊരുത്തനെയും കുത്തണ്ട. വൈല സ്വയം എന്താക്കാൻ പറ്റും.
ثانيهما لا إلا بإفتاء المفتي أو حكم حاكم انتهى والوجه മുഅത്തമദ് 240 ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഇങ്ങനെ ഇടയിൽ നിന്ന് അങ്ങനെ ചാൻസ് ഒന്നും കൊടുക്കല്ല. അത് ബഹുമാനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വജുകാനിയാക്കുന്നു. അധികം അത്യാവശ്യമുള്ള ആൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒറ്റ കുട്ടി ബാക്കിയായ എല്ലാം അധികം തലയാട്ടിക്ക് വെച്ചെന്ന് പറയും. അന്ന് അത്യാവശ്യക്കാർ പോയിക്കോ 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 നോക്കുമ്പോ എല്ലാവരും തന്നെ ഇതിന്റെ ആയുധമാരാണ് ആവശ്യത്തിൽ ഇസ്തിബ്ദാദ് പറ്റും. അതാതാക്ക് തോന്നിയ പോലെ ചെയ്തോ. അഹദുമാനാണെന്ന് പറഞ്ഞ തെറ്റല്ലേ. വൽവജുഹു അന്നഹു യക്ഫി തഖ്ലീദുൽ ഖായിലി ബിദാലിക തഖ്ലീദൻ സഹീഹൻ. അത്ര തന്നെ, വേറെ അതിന്റെ അപ്പുറത്തില്ല. ഉണ്ടാ 240 മിമ്മാ ഖദ്ദംതുഹുൻ നാഫിന് ഞങ്ങളെ ഉള്ളത് മിമ്മാ ഖദ്ദംതുഹു. ഇപ്പൊ ഈ 41 വായിക്കുന്നു. ആ 41 അങ്ങനെ പേര് പറഞ്ഞത്. ഇനി ഒരു ഈ പെണ്ണും ഒരു ചെക്കനും കൊണ്ട് മോട്ടറിലേ പോകുന്നു. ഒരു ചെക്കൻ വന്നു പോലും അന്നേരം പരുള്ളി കയറാൻ നോക്കുന്നു. പരക്കാർ തടച്ചി അന്യ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വന്നേ. ഇപ്പോൾ പറഞ്ഞ് എന്റെ മംഗലെല്ലാം പണ്ടേ കഴിഞ്ഞു. നമ്മളെ പുതിയാപ്പളയാണത്. എന്തെങ്കിലും ഉണ്ടാൻ പറ്റോ? എപ്പാ കഴിഞ്ഞ് ഞാൻ അറിയൂല, എല്ലാവരും അറിയൂല, ആരെ വിളിച്ച് ചോദിക്കാൻ പറ്റോ? സ്വന്തം ഹാൻഡുള്ള വരികയാണെങ്കിൽ ഓരോരുത്തരും കഴിച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പിച്ചോളണം. ഒന്നും തിരിയുന്നില്ലേ? ഒരാള് വന്നത് പെണ്ണിനെ ചോദിക്കുന്നേരം അന്നേരം ഇവരെല്ലാം വിചാരിച്ചെന്തോ തട്ടിപ്പാന്നു. വരക്കാർ അറിയില്ല. വലിയ പറഞ്ഞെന്താണ് അതാ ദൗജ, ഇത് ദൗജാണ് ദൗജുവിൻ. ഒന്നൊരൊറ്റ അർത്ഥം ഉണ്ടാൻ പറ്റോ? എന്താ അങ്ങനെ ഒരു തൂക്കം, ഒരു ബ്രൈറ്റ്നെസ് ഇല്ലാതെ നമുക്കൊന്നും അങ്ങനെ തോന്നുന്നില്ലല്ല. നമ്മൾ കൊള്ളൊക്കെ ഞാൻ വരെ നല്ല ഒരു തെളിച്ചല് കാണുന്നില്ലേ? നന്ന വൈകി ഹലാക്കെത്തിയാലും എന്താകുന്നില്ല, ഒരു പ്രസന്നത അവിടെ കുറയില്ല. ഇങ്ങേയത്തെ ചാവാളിയായാലും വരെ എത്രയോ പരിപാടി കഴിഞ്ഞ് അറ്റത്തെത്തിച്ചാൽ ഈ മജ്‌ലിസ് ഇനിയും ഇരിക്കേണ്ടി വരും. ഇനിയും ഉണ്ടാകും ഈ 4.5 മണിക്കൂർ ഇനിയും ഇരിക്കണം. ഒരു ഇത് വരുന്നില്ല, ഒരു ഡൾനെസ് വരുന്നില്ല. ഇതെന്റെ പുതിയാപ്പിളയാണ്, എന്റെ മകളുടെ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്ന ഇവനാ കെട്ടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാൻ പറ്റോ? ഞാൻ അളിയനല്ലേ, എന്റെ കുട്ടീന എന്നാ ചോദിക്കല്? ഇനിസ്തക്കല്ല, അവൻ പറയുന്ന നേരത്തെ ഇൻഷായിന്റെ ഉടമയാകണം. ആരെയും കൂസാതെ കെട്ടിക്കാൻ ഇപ്പോഴും കഴിവ് വേണം. ആ കഴിവ് ഇപ്പോഴും ബാക്കി വേണം. എന്നാലത് ഫുൾ പവർ കാണുള്ളൂ. ഇപ്പം കൊള്ളരുതാത്തവനായി നേരത്തെ കഴിവുണ്ട്, അന്നേ തട്ടിപ്പായിരിക്കും ചിലപ്പോ, സംശയം വരും. ഇപ്പോഴും അവൻ ഹാൻഡോടെ ഉണ്ട്. എന്നാ മുജ്ബിറായ വലിയും പിന്നെ അഭി ഔ ജത്തി ഔ സയ്യിദി ഔ ഖാദി. പക്ഷെ ഖാദി മജ്നൂനെത്തി, ശക്തിയല്ലാത്തി വരാനിരിക്കുന്ന ശക്തി 286 അത് മജ്നൂനത്തിന് മാത്രമാണ്. ഔ ഖാദിൻ ഫീ മജ്നൂനത്തിൻ ബിശർത്തിയല്ലാത്തീൻ 286 മുഹ്താജത്താന്ന് ഖാദി കെട്ടിച്ചോ, അല്ലെങ്കിൽ അങ്ങാട്ടേക്ക് കുറച്ച് കൈയ്യെത്തുന്ന പറ. 286 എന്താ കെട്ടിക്കണം. മജ്നൂനത്തിനെ കെട്ടിക്കണ്ടിക്കല് ഖാദിക്ക് പറ്റുന്നു. ആ
അതാ ചർച്ച. 256 മറ്റുള്ള പെണ്ണ് പോലും എന്നാ കാതി കെട്ടിച്ചോ ഒരു ചികിത്സാർത്ഥം. ഇത് പറയുന്നേ ആനുള്ള കെട്ടിച്ചാ പിന്നെ നമുക്കൊന്നും ചോദിക്കാൻ പറ്റൂലോ. നമ്മളെ വിളിക്കാൻ എന്താ ചർത്ത്? അങ്ങനെ നിയമം ഉണ്ടോ? നിങ്ങളെ അവിടെ പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെ കൂട്ടണം. സ്വന്തം അയാളുടെ ഹാൻഡിൽ അയാൾ ചെയ്ത് അത് നമ്മളോട് വേമ്പത്തില്ലേ പോട്ട് വേണ്ട. അതിനൊരാക്കിനെ എതിർപ്പോയി നിങ്ങൾ മുറ്റത്തന്നെ ഉണ്ടായിട്ട് നിങ്ങളെ പേർക്ക് ഇന്ന പരിപാടി പോലെ നമ്മളെ കണ്ടിട്ട് ഒന്നും പറഞ്ഞു അതൊന്നും ഇവിടെ പ്രശ്നമില്ല. അതാതാക്ക് പറ്റുന്ന ചെയ്യുള്ളൂ. വല്ല തുസത്തിക്കുക അൽബാലി കത്തു ഞാനെന്തോ അറിയില്ല എന്നെ കെട്ടിച്ച് എന്ന് കൊന്നാലാവോ? എന്നെ കെട്ടിച്ചതാര് എന്നാ എന്നോട് അറിയില്ലേ? ഞാൻ കുളിച്ച് മോതിരിട്ടിട്ടില്ല മാക്സിമം മാറ്റിയിട്ട് അങ്ങനെ കഴിക്കുന്ന വൈലം തുസത്തിക്കോൽ ബാലികത്തു. ഈ വന്ന ചെക്കനെ അല്ലെങ്കിൽ ഈ ചെക്കനുമായി നിൽക്കാൻ നടന്നത് വലിയനെ ശരിവച്ചിട്ടില്ലെങ്കിലും ശരി അരി ഏടുന്ന നിൽക്കാതെ കഴിഞ്ഞൊന്നും അറിയുന്നില്ല. ഓനിക്ക് പറ്റിയ പോലെ കളിക്കുന്നൊന്നും കഴിച്ചിട്ടുണ്ടാവും. മകളോട് പറയണമെന്നുണ്ടാ ഏടുന്ന അങ്ങനെ പറ്റിയ പെണ്ണ് തള്ളിപ്പറഞ്ഞാൽ വരെ പുതിയാപ്പള തന്നെ. അഞ്ചേ 387 അവിടെ 5 ഇത് ഇൻഷായിന് കഴിവുള്ള ആള് മലക്കൽ ഇഖ്റാറാണ്. ഇഖ്റാറിനും കഴിവുണ്ട്. ഇപ്പം പോലും എനിക്ക് ആരോടും ചോദിക്കാണ്ട് കെട്ടിക്കും നിങ്ങളെ മുമ്പിൽ തന്നെ. ഇനിയും കെട്ടിക്കും വേണമെങ്കിൽ അങ്ങനത്തെ ആക്ക് എന്തിനും പറ്റും. പണ്ട് നടന്ന സംഭവം എടുത്തു പറയാനും പറ്റും. അതിന് നാദരായാലും ചില മസല പുറത്തു പോയിട്ടുണ്ട്. ഇതാ ആലിബ് എന്ന് പറഞ്ഞത് ഈ പറയുന്ന നേരത്ത് എനിക്ക് ഹാൻഡില്ല. നേരത്തെ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണിച്ചു തരാനില്ല. ഇപ്പോ എനിക്ക് ഹാൻഡില്ല. പെണ്ണിനെ താമാടിയിൽ പെണ്ണ് പറയും പോലെ കേൾക്കണം. ഇത് ഓൻ പറയുന്ന ഞാൻ പണ്ടേ കെട്ടിച്ചത് നല്ല കാലത്ത് മതിയാവോ? നേരത്തെ വിശ്വസിക്കേണ്ടത് ഇപ്പോ അതേ ആ നിലപാടിൽ ബാക്കി വേണം. കാര്യം ഇതാ ഏത് സ്ഥിതിയിൽ വയ്യ തയ്യ് അന്നഹൂദ ഈനക്കാലത്ത് വിൽക്കുന്നത് അത് പോരാ. അത് ഇന്ത്യഫായി കഫാത്തി സൗജി അല്ലെങ്കിൽ സൗജിക്ക് കഫാത്തല്ലാത്തതുകൊണ്ട് ഇജിബാർ ഇല്ലാണ്ടായിപ്പോയത് എന്തെന്ന്. കഫാത്തില്ലെങ്കിൽ ഈ ഇജിബാർ കൊണ്ട് കെട്ടിക്കാൻ പറ്റോ? ഇതിലെന്ത് ഇബാറത്തിലെ ഒരു മംഗലക്കത്ത് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതാണ് എനിക്ക് അത്ഭുതം. ഒരു ഈ ജനങ്ങൾക്ക് തിരിയണമെന്ന് വിചാരിച്ചിട്ട് എഴുതുന്നത് എന്തുകൊണ്ട് ഇത്ര എളുപ്പം? മലായിക്ക് പോലും ഈ അജസ് ചെയ്യാനില്ല ഇൻഷായി ഇതൂനി ഇതിനിഹ പെണ്ണിന്റെ സമ്മതം കൂടാണ്ട് കെട്ടിക്കേണ്ട കഴിവ് ഇപ്പോഴുണ്ടാ. നേരത്തെ ഉണ്ടായിരുന്നു നമ്മെങ്ങനെ വിശ്വസിക്കും. അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കാം. അതെ ഇനി ആണും പെണ്ണും പറഞ്ഞാലോ അതാണ് നേരത്തെ ഖബർ മുഖദ്ദമായതാണ്. ഒരു ചെക്കൻ്റെ കൂടെ പെണ്ണു തട്ടിക്കൊണ്ട് പോകുന്നതാന്നല്ലേ പറയും. ഇതൊക്കെ തിരിയുന്നില്ലേ? ഉള്ളച്ചി നിർത്തി ഇതാലെ എടെ കൊണ്ടുപോകുന്നടെ എടെ പോന്ന് ഇത് എന്റെ പുലുവരാണ് എന്നും പറയാൻ പറ്റോ? ഞാൻ കെട്ടിയ ഭർത്താവാണിത്. ഒരക്ഷരം മിണ്ടാൻ പറ്റോ? വയുക്കുബലു ഇഖ്റാറുൽ ഹുർറത്തി ബാലിഗത്തിലാക്കിയിലെത്തി ഒരു സഫീഹത്ത് ഫാസിഖത്തൻ സക്രാന ബിന്നിക്കാഹി നിക്കാഹ് കൊണ്ടുള്ള ഇഖ്റാർ. കുഫ്വത്തിട്ടില്ലെങ്കിലും കോമാളിയ ഇതാണ് എന്റെ ഭർത്താവ്
നിന്റെ ഭർത്താവ് ഇവനാ ആ ജദീദായ കൗലനുസരിച്ച് ഒന്നും ഉണ്ടാൻ പറ്റില്ല. അതൊരു ശത്താന്നത്. അതിന്റെ മെത്തർസ് വയ്യ പറയൂന്ന് പറയും. 242 പറയുമ്പോൾ ചെറുവാൻ ചോദിക്കുന്നതാ ഇതിന്റെ മെത്തർസ് എവിടെയാണ്? അമ്മായിദാ കസബഹ മെത്തർസ് വരൂ. 242 ഇവിടെ പരസ്യം കൊടുത്തിട്ടതാ. മെത്തർസ് എവിടെയാണ്? ഓൻ തള്ളിപ്പറഞ്ഞൊന്നും നോക്കാൻ കഴിയില്ല. ഓൻ പറഞ്ഞു ഞാനെങ്ങനെ ഭർത്താവുന്നല്ല, ഞാൻ തട്ടിപ്പറിച്ചുകൊണ്ടാ പോകുന്നത്. ഇനിയൊന്നും നോക്കാൻ പറ്റില്ല. വെറും പെണ്ണ് പറഞ്ഞാൽ പോരാ, ആരുടെ തസ്തീക്കും പോണം. ഇതില്ലേ വലിയ കളവാക്കുന്നു. മംഗലത്തിന് ഞാനൊന്നും ഉണ്ടായിട്ടില്ല. ഞാനെന്തറിഞ്ഞ് ഓന്റെ കാലഘട്ടം കഴിഞ്ഞില്ലേ? കെട്ടിച്ച് തന്നാലല്ലേ അവർക്ക് ഇന്നുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. ഇനിയുള്ള ജീവിതം ഇവർ രണ്ടാളെയും വലിയ തള്ളി പറഞ്ഞാലും ശരി നടക്കോ. ഷുഹൂദ് അയ്യത്തും അവരവരുടെ സാക്ഷികളും നമ്മൊന്നും അറിയില്ല എന്നറിയും. എത്തിമാലി നിശിയാനിയും കൂടാതെ വലിയന്നഹു ഹക്കുമ. ഈ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാൾ ഹക്കാണ്. നിങ്ങൾ സ്ഥാപിച്ചു കൊടുക്കേ വേണ്ടു. അടുപ്പിൽ തീയിട്ട് കൊടുക്കുന്ന പോലെ ബാക്കി ഉറക്കും. ഉറങ്ങുന്നതേ ഇങ്ങനത്തെ മസല കേൾക്കുമ്പോൾ ഒന്നും ഒരു കാര്യം തിരിയുന്നില്ലേ? ഉറങ്ങേണ്ട ആവശ്യം ഉറക്കെല്ലാം അങ്ങ് മാറ്റിയിടേ വേണ്ടി. 24 മണിക്കൂർ ഉറക്കിൽ നിന്ന് ഒഴിവായാൽ മസല തപ്പില്ല. ഒന്നും ശരിയായി പ്രവർത്തിക്കും. ഇങ്ങനെ മേലാക്കണം. കണ്ണ് ചോർന്നാൽ വരെ ഇത് ഒന്നും കേടുവരില്ല. ചെറിയാൾ അതിൻ്റെ അങ്ങനെ ഇങ്ങനെ ആയിപ്പോക്കുന്നു. ഫലം ഇങ്ങാനുള്ള കയ്യിലേക്കുന്ന ഇവരുടെ അവകാശം ചോദ്യം ചെയ്യാൻ ആരാ എനിക്കെന്ത് അധികാരം? നിനക്കെന്താ വേണ്ടി ചോദിക്കും. കഫാത്ത് പ്രസിഡന്റ് കഫാത്തിന്റെ അടുത്ത് ഒറ്റപ്പെടുത്താനുള്ള കഴിവ് ഒരിയില്ലേ? ഇവ കുഫത്തിട്ടില്ലല്ല. എന്നോട് ചോദിക്കാണ്ട് എങ്ങനെ ഇവരെടുത്തത്? അൽ കഫാത്തു ഫിഹാ ഹഖ്ഖുൽ വലി. അതുകൊണ്ട് ന്യായം ഖബൂല തലബിഹി ഇസ്ബാത്തുലില്ലാഹു തർക്കിഹ. കഫാത്ത് വേണ്ടാന്ന് ഇവൾ എപ്പോൾ പൊരുത്തം കൊടുത്തു? തടൽ ഖബൂല തലബിഹി ഇസ്ബാത്തുലില്ലാഹു തർക്കിഹ. ഇത് ഭക്ഷിക്കലുണ്ട്. കഫാത്തിനെ ഇസ്ബാത്താക്കി തരാൻ പറയണം. ഈ കഫാത്ത് എങ്ങനെ പോയി കിട്ടിയത്? എത്ര ആളായി ഇതിൽ സമ്മതിച്ചത്? നീ സമ്മതിച്ചോ? ഞാൻ സമ്മതിച്ചോ? കണ്ട അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്ക് കണി വൈകാകും. ഒന്നുമില്ല. നിക്കാഹിനോട് താവിയാന്നിത് കഫാത്ത്. കഫാത്ത് മാത്രം പറഞ്ഞിട്ട് മുന്നേറാക്കിയോ? ഇല്ല, അങ്ങനെ മാത്രം കിട്ടൂല. അൽ മഖ്ബൂലത്ത് ഫീഹി, പെണ്ണിനെ സ്വീകരിക്കപ്പെട്ടു. നിക്കാഹ് നിക്കാഹ് ൂനഹു പെണ്ണിനെ കൂടാതെ. അതുകൊണ്ട് ഇവിടെ മാത്രമായിട്ട് കീഴാൻ കഴിയില്ല. കഫാത്രത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയോ? എന്നാൽ നിക്കാഹിനെ സബ്ജക്റ്റ് ആക്കിയിട്ടെടുക്ക്. ഇവിടെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. നിക്കാഹ് സാധിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്നാൽ കഫാത്തിന് എന്തെങ്കിലും വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആരെക്കൊണ്ടെങ്കിലും സമ്മതം പറയിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ലേ? മത്തിനിന്റെ ലാഹിറും അങ്ങനെ കഴിഞ്ഞെന്ന് മാത്രം പറഞ്ഞാൽ മതി. പെണ്ണ് പറഞ്ഞാൽ തീർന്നല്ലേ? മത്തിനത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇക്റാറ് മതി. പെണ്ണിന്റെ ഇക്റാറ് മത്തിന് പറഞ്ഞാൽ നോളെ ഇക്റാറെന്നല്ലേ? തഫ്സീല് വേണം അവിടെ. കെട്ടിയത് അങ്ങനെ എന്നോട് വെള്ളക്ക് വന്നിന്, അങ്ങനെ എന്നോട് സമ്മതം എടുത്തിരുന്നു, അങ്ങനെ ആകെ നയിച്ചു പറയേണ്ടതുണ്ടോ? ഇല്ലേ? വലിയാണ് കെട്ടിച്ചത്. 2 ചായതുണ്ട്. കൊള്ളുന്ന 2 ചായ തന്നെയാന്ന് ഇനിഷ്ഠിത. അത് ഇനിഷ്ഠിതല്ല. അതിലേക്ക് മാത്രം പൊരുത്തെടുക്കേണ്ടതാണെങ്കിൽ പൊരുത്തെടുത്തിന് ആര് വന്നിട്ട് എടുത്ത് നല്ല കൂട്ടും കുറുക്കിയെല്ലാം പറയണോ? എല്ലാം അങ്ങനെ കഴിഞ്ഞെന്ന് മാത്രം.
അങ്ങനെ കഴിഞ്ഞെന്ന് മാത്രമാണ്. ഭക്ഷണം കൊണ്ടാന്ന് തിന്നിട്ട് പോന്ന കഴിച്ച് അന്നേരം എന്താ കറി ഉരുളൊക്കെ പാചി കൂട്ടലുണ്ടാ പൂരി തിന്നോ. അതേപോലെ ഇവിടെ ഓള് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് മാത്രം മതി എന്ന മത്തിനിന്റെ തട്ടം മധു എല്ലാ തഫ്സീലും പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല. ഓ അത്രയെല്ലാം വേണ്ടി വരും അല്ലേ? വേണോ? ഇടിയും തന്നെ ദയവയിലും തന്നെ സാക്ഷി നിൽക്കുന്നിടത്തും തന്നെ ശരിയായി ഈ ഇക്രാർ കൊണ്ട് സാക്ഷി നിൽക്കുന്നിടത്തും എല്ലായിടത്തും നിവൃത്തി 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 നിവൃത്തിയിൽ പറയണം. അന്നേരം ചെയ്യിക്കാൻ ഓരോ രണ്ടാളും പറഞ്ഞ പോലും ദയവകളിൽ വേണ്ട ആവി وبالفعال والفعال دوميا سهراء والأذراء والخيسة بها ദയവേലി വേണ്ടെന്ന് പറഞ്ഞോളൂ. ലായിഷറത്തും തഫ്സീല് വേണ്ട ചെറൽ കബീറിലും റൗദയിലും കാണുന്നല്ലോ. അത് മഹമൂലുൻ ഈ ജവാബി ദൈവന്റെ ജവാബിലാകും ഒന്നും പറയണ്ട. وَحَذْفُ مَا يُعْلَمُ جَاءٍ كَمَا تَقُولُ زَيْدٌ بَعْدَ مَنْ عِنْدَكُمَا وَفِي جَوَابِ كَيْفَ زَيْدٌ قُلْتَ نِفْ فَزَيْدٌ اسْتُغْنِيَ عَنْهُ إِذْ عُرِفَ. ചോദ്യത്തിന് ഉത്തരം പറയുമ്പോണ്ടല്ലോ ഇങ്ങനെ എണ്ണി പറയുന്നതും വേണ്ട. മതി. അതിൽ എന്നെ തഫ്സീലാ يغني عن تفسيره. نعم أي لأن تفصيلها يغني عن تفسيره. نعم ولا تفسير داكو مدي ويأتي مذكرة تفسير വേണമെന്നത് റജുലിന്റെ ഇഖ്റാറിലും വരും. പെണ്ണിന്റെ ഇഖ്റാറിൽ മാത്രമല്ല അത് തുടങ്ങപ്പെട്ടത്. അല്ലെങ്കിൽ ദേവന്റെ ജവാബിയാകുമ്പോൾ വേണ്ട. മുക്തതാണെങ്കിൽ തഫ്സീൽ വേണം. ആണായാലും തന്നെയല്ലേ അല്ലേ? ഖിലാഫൻ ലിമൻ ഫറഖ ബൈന റജുലി വൽ മർഗത്തി. മർഗത്തിന്റെ ഇഖ്റാറിലാണ് എന്ത് വേണ്ടത്? മർഗത്തിന്റെ ഇഖ്റാറിലാണ് എന്ത് വേണ്ടത്? പുരുഷന്റെ ഇഖ്റാറിൽ എന്ത് വേണ്ട? അങ്ങനെ ഒന്നിനൊന്നുണ്ടാവും. ഒരു ഖിയാസാക്കി മൂത്രത്തോട് പോലും ആൺകുട്ടിയുടെ മൂത്രം കുടഞ്ഞാൽ മതിയില്ലേ? പെൺകുട്ടിയുടെ മൂത്രം കഴുകാൻ തന്നെ വേണ്ടേ? അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടാവും. അങ്ങനെ വർഗീയതയും കൊണ്ടാവും. രണ്ടാളെ ഇക്രാറും വന്നാ പിന്നെ എന്തിനാ തഫ്സീൽ? അങ്ങനെ കഴിഞ്ഞാ അല്ലെ കെട്ടി ഇവളെ പിന്നെ അങ്ങനെ കഴിഞ്ഞാ ആരെ മതിയാപ്പടാ അത് തഫ്സീൽ വേണ്ട പോലെ എന്ന വാദം അഭിനീയം അത് ലൈഫിന്റെ മേലെ എടുക്കപ്പെട്ടതാണ്. കലാമത്ത് ദുനിയാവുൽ ദീനി അത് നല്ലതാണെന്ന് പറഞ്ഞാൽ ശരി. ലൈഫ് എന്നല്ല എപ്പോഴും പഴയത് പെയിന്റടിച്ച് നന്നാക്കിയ പുതിയതായ ദുൽഖീനി ഇമാം സപ്പോർട്ട് ചെയ്തെന്ന് പോലും. അതുകൊണ്ട് ലൈഫ് എല്ലാം ഉണ്ടാവുമോ? അന്നഹുലായുസത്ത് തഫ്സീൽ മുത്തലഖാണ്. ഒരിക്കലും എന്ത് വേണ്ട പോലെ ആണായാലും പെണ്ണായാലും എന്ത് വേണ്ട പോലും, ശരിയായാലും ദുന്നിയായാലും എങ്ങനെ ആയാലും എന്ത് വേണ്ട പോലും, ഷഹാദത്തിലും വേണ്ട, ഒന്നിൽ തഫ്സീലേ വേണ്ട പോലും. എന്തിനായി അധികം പറയുന്നത്? അപ്പൊ എന്താ